50 രൂപ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫോം ഫില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. റേറ്റും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഡേറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. ടൂറിസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ആൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് ദില്ലിയിലാണ്. ദില്ലിയിലെ ജന്തർ മന്ദിറിലാണ്. അവിടുത്തെ കാഴ്ചകളാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അങ്ങനെ നമ്മൾ ജന്തർ മന്ദിറിൻ്റെ ഫ്രണ്ടിലാണ്. ഇവിടെ നമുക്കൊരു QR കോഡൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ പേ ചെയ്യുവാണെങ്കിൽ നമുക്ക് 40 രൂപയ്ക്ക് 2 ടിക്കറ്റ് കിട്ടും. പക്ഷേ നമ്മൾ 50 രൂപ കൊടുത്തിട്ടാണ് 2 ടിക്കറ്റ് എടുത്തിരിക്കുന്നത്. കാരണം ഇവിടെ നമുക്ക് ഒരുപാട് ഫോമും കാര്യങ്ങളൊക്കെ ഫില്ല് ചെയ്യണം. എന്നാലേ ഉള്ളൂ നമുക്ക് ഇവിടുന്ന് ഈ 40 രൂപയ്ക്കുള്ള ടിക്കറ്റ് കിട്ടുള്ളൂ. നമ്മൾ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫോം ഫില്ലിങ്ങും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് ടിക്കറ്റും കൈപ്പറ്റി നമുക്കിതിലേക്ക് കയറാവുന്നതാണ്. അപ്പോൾ ക്യാമറയ്ക്ക് എക്സ്ട്രാ പാസുകളൊന്നുമില്ല. നമ്മൾ ട്രൈപോഡൊക്കെ ഉള്ള വലിയ ഷൂട്ടിംഗ് ക്യാമറയൊക്കെ ആയിട്ട് വരുവാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണം. അങ്ങനെ നമ്മൾ എൻട്രൻസിൽ നിന്ന് അകത്തേക്ക് കയറിയിട്ടുണ്ട്. നമുക്ക് ദൂരത്തായിട്ട് ജന്തർ മന്ദിർ കാണാവുന്നതാണ്. കയറുന്ന എൻട്രൻസിൽ തന്നെ ജന്തർ മന്ദിറിൻ്റെ കാര്യങ്ങളും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ആരാണ് തുടങ്ങിയത്, ഈ ജന്തർ മന്ദിറിൻ്റെ ഒരു തുടക്കം ആരാണ് ഉണ്ടാക്കിയത്, അതൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1724 അതിൻ്റെ 1723 ആ ഒരു കാലഘട്ടത്തിലാണ് രാജസ്ഥാനിൽ നിന്നുള്ള ഒരു സ്വായി ജയ് സിംഗ് സെക്കൻഡ് അങ്ങനെ ആ ഒരാളാണ് ഇതിവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നല്ലൊരു വലിയൊരു നിർമ്മിതിയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് ഇവിടെ എല്ലാ ദിവസവും വിസിറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ ജന്തർ മന്ദിർ. ഇവിടെ ഇരിക്കാനായിട്ടുള്ള ഒരു സൗകര്യമൊക്കെ ഉണ്ട്. അതായത് പ്രോപ്പർ ഒരു ഫെസിലിറ്റീസ് എല്ലാ ഐറ്റവും ഉണ്ട്. ബാത്റൂമും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാം. അപ്പോൾ എന്തായാലും നല്ലൊരു ഫെസിലിറ്റി, ടൂറിസ്റ്റുകൾക്ക് എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്തായാലും വരുന്ന ആൾക്കാർക്ക് ഒരു ഈവനിങ് സമയത്തൊക്കെയാണ് വരുന്നതെങ്കിൽ നല്ല രീതിയിൽ ഇവിടെ സമയം ചിലവഴിക്കാനായിട്ടും അല്ലെങ്കിൽ നല്ല ഒരു ഈവനിങ് ആംബിയൻസിൽ ഇവിടെ കാഴ്ചകളൊക്കെ കാണാനായിട്ടൊക്കെ ഒരു പറ്റിയ ലൊക്കേഷനാണ്. ശരിക്കും ദില്ലിയിലെ ചൂട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. ജന്തർ മന്ദിർ കയറി കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അധികം മരങ്ങളൊന്നുമില്ല. നല്ലൊരു പുൽമേടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നാലും നല്ലൊരു ചൂടാണ്. പക്ഷേ എന്നാലും ഇങ്ങനെ ഒരു കാഴ്ച നമ്മൾ ബുക്കിലൊക്കെ പഠിച്ച കാഴ്ച നമുക്ക് നേരിൽ കാണാനായിട്ടുള്ളൊരു അവസരമാണ് ഇവിടെ കിട്ടുന്നത്. ആദ്യം കാണുന്നത് ഈ കാണുന്ന ഈ നിർമ്മിതിയാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം അത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഇതിനകത്തൊരു ലെൻസൊക്കെ വെച്ച് ഇതിൽ നിന്ന് വരുന്ന ആ ലൈറ്റിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടാണ് ഇവിടെ ടൈം കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്തൊക്കെ വെള്ളമൊക്കെ നിറച്ചിടുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഇപ്പം ഇത് ആക്റ്റീവ് അല്ല, അതുകൊണ്ട് തന്നെ ഇവിടെ വെള്ളമൊന്നും നിറച്ചിട്ടിട്ടില്ല. ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഇവിടെ ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കാര്യങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് 68 ഫീറ്റ് ഹൈറ്റിലാണ് ഈ ഒരു സംഭവം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ടൈമിൻ്റെ ആ ഒരു നിർമ്മിതിയുടെ അടുത്തായിട്ട് തന്നെ നമുക്ക് കലണ്ടറിൻ്റെ കാൽക്കുലേഷനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വേറൊരു നിർമ്മിതി നമുക്ക് കാണാം. അപ്പോൾ അങ്ങനത്തെ 2 എണ്ണം ഉണ്ട്. നമുക്ക് 2 സൈഡിലായിട്ട് ഇവിടെ കാണാം. ഇവിടെ കാണുന്നതും ഈ കാണുന്നതുമാണ് ഈ കലണ്ടറുമായിട്ട് ബന്ധപ്പെട്ട. ഈ കാണുന്ന നിർമ്മിതിയെപ്പറ്റി നമുക്ക് ഇവിടെ ഒരു ബോർഡൊക്കെ കാണാം. അപ്പോൾ ഇതിൻ്റെ പേരാണ് ജയ്പ്രകാശ് യന്ത്ര എന്ന് പറഞ്ഞ ആ ഒരു നിർമ്മിതിയാണിത്. അപ്പോൾ ഇത് നമ്മുടെ സണ്ണിൻ്റെ മൂണിൻ്റെ ഒക്കെ ആ ഒരു മൂവ്മെൻറ്റ് വെച്ചിട്ടാണ് ഇതിൻ്റെ ടൈമും അല്ലെങ്കിൽ ഡേറ്റും കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഹൈറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. 27 ഫീറ്റാണ് ഇതിൻ്റെ ഹൈറ്റ്. 6 ഇഞ്ചാണ് ഇതിൻ്റെ ഡയമീറ്റർ. അങ്ങനെ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ സ്ഥലത്തൂടെയും നമ്മളിങ്ങനെ കറങ്ങി നടക്കുമ്പോഴത്തേക്കും നമുക്ക് കാഴ്ചകൾ കാണുന്ന കൂട്ടത്തിൽ നമുക്ക് ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് ഇവിടെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് വരുന്ന ആൾക്കാർക്ക് പോലും ഇത് അനായാസം വായിച്ച് മനസ്സിലാക്കാനുള്ള ഒരു ചാൻസൊക്കെയാണ് ഇവിടെ കിട്ടുന്നത്. കാണുന്ന ഈ നിർമ്മിതിയുടെ പേരാണ് ദി റാം യന്ത്ര എന്ന് പറഞ്ഞത്. അപ്പോൾ അതിനെപ്പറ്റിയും ഇവിടെ നമുക്ക് വായിക്കാനായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അത് ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാളിൻ്റെ ഹൈറ്റ് 7.51 ആണ്. പിന്നെ ഇതിൻ്റെ പില്ലറിൻ്റെ ഹൈറ്റ് 7.51, അതും 2 സെയിം ആയിട്ടുള്ള ഒരു ഹൈറ്റിലാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇത് ആൾട്ടിറ്റ്യൂഡ് മെഷർ ചെയ്യാൻ വേണ്ടിയാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് സണ്ണിൻ്റെയും സ്റ്റാർസിനെയൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് ഇത് ആൾട്ടിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് ആൾട്ടിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ആ നിർമ്മിതി എൻ്റെ അകംവശമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇതിന് അകവശമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽസ് എഴുതി വെച്ചിട്ടുമുണ്ട്. നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുന്ന് ഗൈഡിനെ ഹയർ ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഗൈഡ് നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ പറഞ്ഞു തരുന്നതാണ്. ഈ ജന്തർ മന്ദിറിൻ്റെ ഓരോ സൈഡിൽ കൂടെ നടക്കുമ്പോഴും നമുക്ക് ഈ കാഴ്ചകളൊക്കെ ആസ്വദിക്കുന്ന കൂട്ടത്തിൽ നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയും. അത്ര പുരാതനമായിട്ടുള്ള ഒരു നിർമ്മിതി, ആ നിർമ്മിതിയുടെ ആ
ആ നിർമ്മിതിക്ക് വേണ്ടി എടുത്ത കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും അന്ത കാലത്ത് ഇത് നിർമ്മിച്ചിരിക്കുന്ന ആ ഒരു സമയത്തെ ആൾക്കാരുടെ ആ ഒരു ഇൻ്റലിജൻസും അല്ലെങ്കിൽ അവർ ചിന്തിച്ച ആ ഒരു വഴിയും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തൊട്ട് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ചാൻസാണ് കിട്ടുന്നത്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ ഫേമസ് ആയിട്ടുള്ള ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആൾക്കാരുടെ നിർമ്മിതികളാണ്. അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് പണ്ടത്തെ രാജാക്കന്മാരുടെ ഒരു കാലത്തൊക്കെയാണ്. അപ്പോൾ ഓരോ നിർമ്മാണത്തിലും പങ്കെടുത്ത രാജാക്കന്മാരുടെയും അല്ലെങ്കിൽ ഇത് നിർമ്മിച്ചിരിക്കുന്ന ആൾക്കാരെ പറ്റിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്കിവിടെ കാണാം. ഈ ഒരു ശില്പത്തിൻ്റെ അടുത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് കാണാം ഇതൊരു ഹാർട്ട് ഷേപ്പിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ചുറ്റും വേലികളൊക്കെ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടുള്ള പെർമിഷനൊന്നുമില്ല. പക്ഷേ നമുക്ക് പുറത്തൂടെ നടന്ന കാഴ്ചകളൊക്കെ കാണാനായിട്ടും അല്ലെങ്കിൽ ഇതിനെപ്പറ്റിയുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിരിക്കുന്ന വായിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരു അവസരം നമുക്കുണ്ട്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഫ്രണ്ടിലേക്ക് കയറി പോകാനായിട്ടുള്ള സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെയുള്ള ഓരോ ഇതുപോലത്തെ നിർമ്മിതികളുടെയും സൈഡിൽ കൂടെ പോകാനായിട്ടും അല്ലെങ്കിൽ ഇതിനകത്തേക്കൊക്കെ കയറാനായിട്ട് സ്റ്റെപ്പുകളൊക്കെ ഉണ്ട്. പക്ഷേ ഇതിലൊന്നും നമുക്ക് പ്രവേശനമില്ല. നമുക്ക് കറക്റ്റായിട്ട് നടക്കാനായിട്ടുള്ള ഒരു പാത്ത് വേ ഒക്കെ കറക്റ്റായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്ന് നമുക്ക് ഈ കാഴ്ചകളൊക്കെ അവിടെ നിന്നുകൊണ്ട് ആസ്വദിക്കാനുള്ള ഒരു സാഹചര്യം മാത്രമാണ് ഒരുക്കിയിരിക്കുന്നത്. മിശ്ര യന്ത്ര ഇത് 140 ഫീറ്റ് നോർത്ത് വെസ്റ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഇതിനെ പറ്റി പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇത് ഏറ്റവും മെയിനായിട്ട് ഇത് യൂസ് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ ഈ എംബ്ലം നമ്മൾ കണ്ടിരിക്കുന്നത് 1982 ഡൽഹിയിൽ വെച്ച് നടന്ന ഏഷ്യൻ ഗെയിംസിൽ ഈ ഒരു ഇതായിരുന്നു അതിൻ്റെ മെയിനായിട്ടുള്ള ആ ഒരു സിമ്പൽ. അപ്പോൾ അങ്ങനെ വളരെ പ്രശസ്തമായിട്ടുള്ള ഈ ഒരു യന്ത്ര ദി മിശ്ര യന്ത്ര എന്ന് പറഞ്ഞ യന്ത്ര ഇതാണ് ഏറ്റവും മെയിനായിട്ട് ലോക്കൽ ടൈം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഡൽഹിയിലൊക്കെ വരുവാണെങ്കിൽ വരിക, ജന്തർ മന്ദിറൊക്കെ കാണുക. നമ്മൾ ബുക്കിലൊക്കെ പഠിച്ചിട്ടുള്ള സ്ഥലം നമുക്ക് നേരിട്ട് കാണാനായിട്ടും തൊട്ട് അനുഭവിച്ചറിയാനുള്ള ഒരു ചാൻസാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കിട്ടുന്നത്. അപ്പോൾ ജന്തർ മന്ദിറിൽ വരുന്ന ആൾക്കാർക്ക് തൊട്ടടുത്തായിട്ട് ഇന്ത്യ ഗേറ്റും ഉണ്ട്. ഇന്ത്യ ഗേറ്റും ഒക്കെ വിസിറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും അമർത്തുക. എന്നാലേ ഉള്ളൂ ഇതുപോലുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ പുതിയ വീഡിയോയായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.